ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഗുൽമാർഗിലാണ് നിൽക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് ശ്രീനഗറിൽ നിന്ന് 49 കിലോമീറ്റർ മാറി പൂക്കളുടെ പുൽമേട് എന്നറിയപ്പെടുന്ന കാശ്മീരിലെ ഒരു പട്ടണമാണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അതേപോലെ തന്നെ സ്കീയിങ് ഡെസ്റ്റിനേഷനാണ് ഈ ഗുൽമാർഗ് ബാരാമുള്ള ജില്ലയിലെ ഒരു പ്രദേശം കൂടിയാണ്. ബാരാമുള്ളയിൽ നിന്ന് 31 കിലോമീറ്റർ മാറിയാണ് ഈ ഗുൽമാർഗ്. ഹിമാലയത്തിലെ പിർ പഞ്ചൽ പർവ്വതനിരയിലാണ് ഈ ചെറിയ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഗുൽമാർഗ് ഒരു വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു കേബിൾ കാർ സൗകര്യവുമുള്ള ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ആ കേബിൾ കാറിലേക്കാണ്, അതിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. ഗുൽമാർഗിനെ ഇന്ത്യയിലെ ശൈത്യകാല കായിക വിനോദങ്ങളുടെ ഹൃദയഭൂമി എന്നും അറിയപ്പെടുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കീയിങ് ഡെസ്റ്റിനേഷനായും ഇതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പൈൻ മരങ്ങളും അതുപോലെ തന്നെ ഫിർ വനങ്ങളും കടന്നു പോകുന്ന ഗുൽമാർഗ് ഈ പട്ടണം കഴിഞ്ഞാൽ അവസാനം എത്തേണ്ട 12 കിലോമീറ്റർ നല്ല റോഡൊക്കെ നല്ല ഹെയർപിന്നുകളും അതുപോലെ തന്നെ നല്ല പുൽമേടുകളും ദേവദാരു വൃക്ഷങ്ങളും പൈൻ മരങ്ങളുമെല്ലാം നിറഞ്ഞ് കണ്ണിന് കുളിർമ കൊടുക്കുന്നതും പ്രകൃതി രമണീയവുമായ കാഴ്ചകൾ കണ്ടുള്ള യാത്രയിലൂടെ ഈ 12 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗാണ് ഈ ഗുൽമാർഗ് ഗൊണ്ടോളോ എന്നറിയപ്പെടുന്ന ഈ കേബിൾ കാറിൻ്റെ ഈ ടിക്കറ്റ് കൗണ്ടർ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കേബിൾ കാറിലേക്ക് പ്രവേശിച്ച് ഇതിലൂടെ യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇത് ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം ഒരു 600 മുതൽ 1000 പേരെ മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ അനുവദിക്കൂ. അതുകൊണ്ട് നേരത്തെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇതിന് ഈ കേബിൾ കാറിന് 2 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് 810 രൂപയും സെക്കൻഡ് ഫേസ് 900 രൂപയുമാണ്. ഫസ്റ്റ് ഫേസ് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും. ഈ 2 ഘട്ടമുള്ള ഈ ഗൊണ്ടോളയ്ക്ക് 4260 മീറ്റർ ഉയരം, അതായത് 13976 അടി കോങ് ദൂരി പർവ്വതത്തിന് മുകളിലാണ് ഇത് എത്തിച്ചേരുന്നത്. ആദ്യഘട്ടം 2650 മീറ്റർ, അതായത് 8694 അടി ഉയരത്തിലേക്കുമാണ് ഇതിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നല്ല കനത്ത സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ ബാഗുകളും അത് സ്കാൻ ചെയ്ത് നമ്മളെ മുഴുവൻ പരിശോധിച്ച് ഇവിടെ CISFും അതുപോലെ തന്നെ CRPF ഒക്കെ ആണ് ഇവിടെ നമ്മളെ പരിശോധിച്ച് നമ്മളെ ഇവിടേക്ക് കടത്തിവിടുന്നത്. ഈ ബാരാമുള്ള നമുക്കറിയാം, നമ്മളെല്ലാം പേപ്പറിലൊക്കെ വായിച്ച് വാർത്താമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ബാരാമുള്ള. ആ ബാരാമുള്ളയിലെ നിസ്സാര കിലോമീറ്റർ മാറി അവിടെ ഇപ്പോഴും തീവ്രവാദി ആക്രമണങ്ങളും എല്ലാം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഗുൽമാർഗ് ഇരിക്കുന്ന ജില്ല. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏജൻറ്റ് ഞങ്ങളെയും വന്ന് ബന്ധപ്പെട്ടിരുന്നു. ഈ ക്യൂവിലൊന്നും നിൽക്കണ്ട, ഞങ്ങൾ എളുപ്പത്തിന് ഇതിൽ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരാം. അയാൾക്ക് ആദ്യം 500 ചോദിച്ചു, പിന്നീട് 200 ചോദിച്ചു. ഞങ്ങൾ ക്യൂവിൽ നിന്നോളാം എന്ന് പറഞ്ഞ് അയാളെ മാറ്റിവിട്ടു. പല ഫാമിലികളെയും അയാൾ ഇതുപോലെ വന്ന് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അവിടെയും വികൃതിത്തരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഊഴമായി ഞങ്ങൾ ഈ കേബിൾ കാറിൽ തന്നെ കയറി അടുത്ത യാത്ര ഞങ്ങളുടേതാണ്. ഞങ്ങൾ കയറി പോകുന്നു.
ഇതുപോലെ ഒത്തിരി പേര് ഇവിടെ യാത്ര ചെയ്യാൻ വരുന്നുണ്ട്. 2022-23 കാലഘട്ടത്തിൽ 100 കോടി രൂപ വരുമാനം നേടി റെക്കോർഡ് സൃഷ്ടിച്ച ഒരു കേബിൾ കാർ കൂടിയാണ് ഗുൽമാർഗ് കേബിൾ കാർ സർവീസ്. ഞങ്ങളുടെ ഈ ഓൾ ഇന്ത്യ യാത്രയിൽ ഞങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസം, നവംബർ മാസത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തണുപ്പുണ്ട്. എന്നിരുന്നാലും ഇവിടെ മഞ്ഞുവീഴ്ച ആയിട്ടില്ല. ഒന്നെങ്കിൽ ഒരു ഡിസംബർ മാസത്തിലൊക്കെ വന്നാൽ ഈ പർവ്വതനിര മുഴുവൻ സ്നോ നിറഞ്ഞ് ഒരു പ്രത്യേക ഭംഗിയെ ആസ്വദിച്ച് പോകാം. അല്ലെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വന്നാൽ ചെറിയ മഴയും ഈ ചെറിയ മഞ്ഞും എല്ലാം കൊണ്ട് നല്ല പച്ചപ്പുള്ള ഒരു സമയവുമായി നമുക്ക് കണ്ടുപോകാം. ഈ സമയം, അതായത് ഞങ്ങൾ യാത്ര ചെയ്ത ഒക്ടോബർ, നവംബർ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത സമയമാണ്. ഇത് അത്ര നമുക്കൊരു പ്രകൃതി രമണീയമായി തോന്നില്ല. എല്ലാ മരങ്ങളും ഐസ് വീണ് അല്ലെങ്കിൽ തണുപ്പ് കൂടി കരിഞ്ഞു നിൽക്കുന്നതും അതുപോലെ തന്നെ ഇല പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്നതുമായ ഈ സമയം അത്ര നല്ല ഒരു സീസൺ അല്ല. അല്ലെങ്കിൽ ഹിമാലയൻ പർവ്വതനിരയിലെ ദി സിനിക് ബ്യൂട്ടി ഓഫ് ദ ഹിമാലയൻ മൗണ്ടൈൻ എന്നറിയപ്പെടുന്ന ഈ ഗുൽമാർഗിൻ്റെ പ്രകൃതി ഭംഗി ഇതൊന്നുമല്ല. ഞങ്ങളുടെ കേബിൾ കാർ മൊത്തം കേബിൾ കാറുകൾ ഒന്ന് സ്റ്റെക്കായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കുറച്ച് നേരമായി സ്റ്റെക്കായി നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ ഇങ്ങനെ ഓരോ വർത്തമാനവും പറഞ്ഞ് ഇരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒരു 5-10 മിനിറ്റോളമായി സ്റ്റെക്കായി നിൽക്കുന്നത്. 2017 ജൂൺ 15 ഇവിടെ വലിയൊരു കാറ്റൊക്കെ വീശി ഈ കാണുന്ന വലിയൊരു പൈൻ മരം അങ്ങനെ തന്നെ ഒടിഞ്ഞ് ഈ ഗൊണ്ടോളയുടെ ക്യാബിനിലേക്ക് വീഴുകയുണ്ടായി. അന്ന് ഈ ക്യാബിൻ 100 അടി താഴ്ചയിലേക്ക് വീണ് 7 പേർ കൊല്ലപ്പെടുകയുമുണ്ടായി. ആ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ മുകളിലെത്തി. ഇനി മുകളിലുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ തിരിച്ചു പോകേണ്ട ദൃശ്യങ്ങളുമെല്ലാം പകർത്തി ഈ യാത്ര, ഞങ്ങളുടെ ഓൾ ഇന്ത്യ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഈ പർവ്വതനിരകൾ മൊത്തം ഇങ്ങനെ കിടക്കുന്നത് കാരണം നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഈ പുല്ലുകളൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല പച്ചപ്പും അതിൽ ഒരു പ്രത്യേക ഇവിടുത്തെ കാട്ടുചെടികളുടെ പൂവുമെല്ലാം കൊണ്ട് ഒരു സ്വിറ്റ്സർലാൻഡിനെ വെല്ലുന്ന വിധത്തിലുള്ള ഒരു പർവ്വതനിരയാണ്. നിങ്ങൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു പർവ്വതനിരയാണ് ഈ ഗുൽമാർഗ്. ഇതിലെ ഒരു കേബിൾ കാർ സവാരി നമ്മൾ തീർച്ചയായും നടത്തേണ്ട, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നു പോകേണ്ട ഒരു സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് പർവ്വതനിരകളെ വെല്ലുന്ന രീതിയിലാണ് ഇവിടത്തെയും കാഴ്ചകൾ. പക്ഷേ ഒരു ഡിസംബർ മാസം തണുപ്പ് സഹിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ആ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ ഡിസംബർ മാസം തന്നെ ഇവിടെ എത്തണം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെല്ലാം ഐസിൻ്റേതായ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളായിരിക്കും പച്ചപ്പിൻ്റേതായ ഒരു ഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തേണ്ടത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ മഞ്ഞുമലകളിലിരുന്ന് ആ സ്കെയിൻ ചെയ്തു പോകുന്ന ആ വണ്ടിയിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന കുറച്ച് പേരെ ഇവിടെയെല്ലാം കണ്ടത്. ഇതാണത്.
അവരുമായി സംസാരിച്ച് ആ വണ്ടിയിലെല്ലാം ഇരുന്ന് ഫോട്ടോയും എടുത്താണ് ഞങ്ങൾ പോകുന്നത്. ഇത് എടുത്തു വരുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോ എടുത്ത പോലെ ഫീല് ചെയ്യും. അപ്പോൾ അവരും അവിടെ ഈ ടൂറിസ്റ്റുകളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒത്തിരി ജീവിതങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവർക്ക് ഫോട്ടോ എടുത്തതിന് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അതിലെല്ലാം നടന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഈ വരിയിൽ നിൽക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനി വീണ്ടും കാണാം. ബായ്.